അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവമായി നാം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ റമദാനിന്റെ അവസാനത്തെ പത്തില് അവസാനത്തെ ഭാഗത്തെത്തുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെയൊക്കെ രാത്രികളിൽ നാം ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള ഒരു മോചനം. ഈ നരകത്തിൽ നിന്നുള്ള മോചനം നാം ചോദിക്കുമ്പോൾ, നരകത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരുപാട് ഇബാദത്തുകളുണ്ട്. അതും കൂടി നാം ശ്രദ്ധിച്ചാൽ അത് ഈ ഒരു ചുരുങ്ങിയ സമയത്തേക്ക് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നാം ആ അമല് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്ഖും മിനന്നാർ അഥവാ ബറാഅത്തും മിനന്നാർ നമുക്ക് ലഭിക്കുകയാണ്. അത് ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ വളരെ റാഹത്താണ്. ഇദ്റാഖു തഹറുമിൽ ഇമാമി ഫളീലത്തുൻ മുസ്തഖില്ലത്തുൻ. ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിൽ അതിന്റെ ഫളീലത്ത് എത്തിക്കുക. ജമാഅത്ത് നിസ്കാരങ്ങളിൽ നാം ഇമാമിനോടൊപ്പം ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഖദ് ഖാമത്ത് സ്വലാത്ത് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഇഖാമത്ത് നൽകപ്പെട്ട് കഴിഞ്ഞാൽ, കൊടുക്കപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നെ അവിടെ മറ്റൊരു സംസാരത്തിനോ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനോ ഒന്നും നിൽക്കരുത്. നേരെ വന്ന് സഫിൽ ലവലായി നിന്നുകൊള്ളണം. അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന പൂർണ്ണമായ ചിന്തയിൽ ഇങ്ങനെ നിന്നിട്ട് ഇമാം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ നമ്മളും ആ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം. നിയ്യത്തിന്റെ നിർബന്ധമായ ഭാഗങ്ങളെല്ലാം മനസ്സിൽ കൊണ്ടുവന്ന്, അതുപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങളൊക്കെ ഉച്ചരിച്ച് നാം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ നമുക്ക് ഫളീലത്തു തഹറും ലഭിക്കുകയാണ്. ഫളീലത്തു തഹറം അങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ അത് മുസ്തഖില്ലായ, അതിന് പ്രത്യേകം കൂലി അള്ളാഹു നൽകുന്നുണ്ട്. യുക്തബു ലി മുലാസമത്തി 40 യൗമൻ. ഇങ്ങനെ നമ്മൾ 40 ദിവസം തുടർച്ചയായി 5 നേരവും ഫളീലത്തു തഹറും, ഇദ്റാഖു തഹറും അഥവാ തക്ബീറത്തുൽ ഇഹ്റാം ഇമാം കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമ്മളും അത് ചെയ്താൽ, 40 ദിവസം തുടർച്ചയായി ചെയ്താൽ ബറാഅത്തും മിനന്നാർ. യുക്തബു ലിമുലാസിമിഹി 40 യൗമൻ ബറാഅത്തും മിനന്നാർ. നരകത്തിൽ നിന്ന് നമുക്ക് മോചനം അല്ലാഹു രേഖപ്പെടുത്തുകയാ. അത് മാത്രമല്ല ബറാഅത്തും മിനൻ നിഫാഖ്. നിഫാഖ്, കാപട്യം, മുനാഫിക്കുകളുടെ ലിസ്റ്റിൽ നമ്മൾ ഒരിക്കലും വരികയില്ല. ഈ 40 ദിവസം ആത്മാർത്ഥമായി നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ, ആദ്യത്തെ കാര്യത്തിൽ തന്നെ, ഏതൊരു അമലും അതിന്റെ ആദ്യം ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠത. അപ്പൊ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഇമാമാണ്. വാങ്ക് വിളിച്ച് ഉളു എടുത്ത് വരാനും സുന്നത്ത് നിസ്കരിക്കാനുമുള്ള സമയം അഥവാ 10-15 മിനിറ്റാണ്. അത് കഴിഞ്ഞാൽ ഉടനെ ആ ഫർദ് നിസ്കരിക്കുമ്പോഴേക്കും അതിന്റെ കൂടെ നമ്മളും തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയാൽ, 40 ദിവസം തുടർച്ചയായി അങ്ങനെ ചെയ്താൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മേൽ എഴുതപ്പെടുന്ന സ്ഥാനം ബറാഅത്തും മിനന്നാർ, ഇത്ഖും മിനന്നാർ. അതുകൊണ്ട് റമളാനിന്റെ അവസാന ഭാഗം മാത്രം ചോദിക്കേണ്ട, അല്ലെങ്കിൽ അതിനുവേണ്ടി ചിന്തിക്കേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിൽ സ്പെഷ്യൽ ഓഫറാണ് ഈ റമളാനിന്റെ അവസാന പത്തിൽ ഇത്ഖും മിനന്നാർ. മറിച്ച് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം നമുക്ക് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ റാഹത്താണ്. നമുക്ക് ആ ബറാഅത്തും മിനന്നാർ ലഭിക്കുകയാണ്, ഇത്ഖും മിനന്നാർ ലഭിക്കുകയാണ്. ഹബീബരായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലികുല്ലി ഷൈഇൻ സഫവത്തുൻ. എല്ലാ വസ്തുക്കൾക്കും ഒരു സെന്റർ ഉണ്ട്, ഒരു ആത്മാർത്ഥമായ ഭാഗമുണ്ട്, ഒരു കേന്ദ്രമുണ്ട്, ഒരു നല്ല ഭാഗമുണ്ട്. എല്ലാ വസ്തുക്കൾക്കുമുണ്ട്, എല്ലാ ഇബാദത്തിനുമുണ്ട്. വസഫവത്തി സ്വലാഹ്, നിസ്കാരത്തിന്റെ സെന്റർ, നിസ്കാരത്തിന്റെ സഫവത്ത്, അതിന്റെ അകക്കാമ്പ്, അത്തക്ബീറത്തുൽ ഊലാ, ഒന്നാമത്തെ തക്ബീറാണ്. അപ്പൊ ഒന്നാമത്തെ തക്ബീറാണ്. ആ ഇമാമിന്റെ തക്ബീറിനോടൊപ്പം ഫളീലത്തു തക്ബീറിനെ എത്തിക്കലാണ് ആ നിസ്കാരത്തിന്റെ അകക്കാമ്പ്. അപ്പൊ ആ അകക്കാമ്പ് നമ്മൾ എത്തിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നമുക്ക് ഇത്ഖും മിനന്നാറാണ്, ബറാഅത്തും മിനന്നാർ. ഫഹാഫിളു അലൈഹാ, നിങ്ങൾ അത് സൂക്ഷിച്ചു കൊള്ളുക, അത് പരിപാലിച്ചു കൊള്ളുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ ഭൂമിയിൽ ആദ്യമായി
നരകത്തിൽ നിന്ന് മോചനം ലഭിച്ച മനുഷ്യനാരാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതെന്താണ് സംഭവം? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നടന്നു ചെല്ലുമ്പോ അതാ മക്കയിൽ ഒരു രംഗം കാണുകയാണ്. കറുത്തവർഗക്കാരനായ, ആഫ്രിക്കക്കാരനായ, നീഗ്രോക്കാരനായ, അടിമയായ, ചോദിക്കാൻ ആളില്ലാത്ത, കുടുംബാദികളില്ലാത്ത, ചെലവാക്കാൻ സമ്പത്തില്ലാത്ത ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ അയാളുടെ ഉടമസ്ഥനായ ഉബയ്യത്ത് ഇങ്ങനെ ഇട്ട് അടിക്കുകയാണ്, ചാട്ടവാറുകളുടെ അടിക്കുകയാണ്. ഒരു നൂലുകൊണ്ടുപോലും നാണം മറയ്ക്കാൻ സമ്മതിക്കാതെ ഉമയ്യത്തിന്റെ കിങ്കരന്മാർ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അതാ ആ ചുട്ടുപഴുത്ത മണൽക്കാട്ടിൽ മലർത്തിക്കിടത്തിയിട്ട് നെഞ്ചത്ത് പാറകൾ എടുത്തു വെച്ചിട്ട്, ബിലാലെ നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരണമെന്ന് പറയുമ്പോഴും ആ ബിലാൽ റളിയല്ലാഹുവിന്റെ ചുണ്ടുകൾ ചലിച്ചുകൊണ്ടിരുന്നു. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. നീ അടിക്കുമ്പോൾ പോലും നീ എന്നെ മലർത്തിക്കിടത്തിയിരിക്കുന്ന ഈ മരുഭൂമിയും മോളിൽ കാണുന്ന ആ ആകാശവും ഇതെല്ലാത്തിനെയും പടച്ചവൻ ഏകനായ അല്ലാഹുവാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാ. ആർത്തടിച്ച് അട്ടഹസിച്ച് ചുറ്റുമുള്ള കിങ്കരന്മാര് ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രംഗം കാണുകയാണ്. മക്കയുടെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ഈ ഉടമസ്ഥനായ ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിക്കാൻ തുടങ്ങി. വിവിധ ജംഗ്ഷനുകളിൽ, കവലകളിൽ, ആള് കൂടുന്ന സ്ഥലത്ത്, കഅബാലയത്തിന്റെ പരിസരത്ത് ആരും ചോദിക്കാനില്ല. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ രംഗം കണ്ടുകൊണ്ടങ്ങ് കടന്നു ചെല്ലുകയാ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ധനികനാ, അവിടുത്തെ ഏറ്റവും വലിയ കുടുംബക്കാരനാ. ആരെങ്കിലും ചോദിക്കാമെന്നാൽ 1000 ആളുകൾ അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. ആ ഒരു ധൈര്യത്തിൽ അങ്ങ് കടന്നു ചെന്നിട്ട് പറഞ്ഞു, ഉമയ്യത്തെ, നീ ഈ അടിക്കുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഒരു വിലയുമില്ലാത്ത, മാർക്കറ്റിൽ കൊണ്ടുപോയാൽ ഈ അടിമയ്ക്ക് വലിയ വിലയൊന്നുമില്ല. കാരണം കറുത്തവനായ ആ ഒരു അടിമയ്ക്ക് മാർക്കറ്റിൽ വിലയില്ല. ഇതിനെന്ത് വേണം എന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന സമയത്ത് മയ്യത്ത് പറഞ്ഞു, കൂടിയ വില പറഞ്ഞു, 5 ഊഖിയ വേണം. ചില റിപ്പോർട്ടിൽ അത് 7 ഊഖിയ ആണ്, ചില റിപ്പോർട്ടിൽ 9 ഊഖിയ ആണ്. നീ പറഞ്ഞത് കൂടിയ വിലയാണ്, പക്ഷേ ഞാൻ പേശുന്നില്ല, നിനക്ക് ആവശ്യപ്പെട്ട പൈസ ഞാൻ അങ്ങ് തരാ, എന്നെങ്കിലും നീ ബിലാലിനെ അടിക്കാതിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് അതാ ഉമയ്യത്ത് ചോദിച്ച ആ വിലയങ്ങ് കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യത്തിലേക്ക് മണ്ണ് രക്തം പുലർന്ന് അടികൊണ്ട് പൊട്ടിയ ശരീരവുമായി ആ കറുത്തവനായ ബിലാലിന്റെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട്, കെട്ടിപ്പിടിച്ചുകൊണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇലാ ഹളറത്തി ഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയുടെ ചാരത്തേക്ക് അങ്ങ് ചെല്ലുകയാ. ഹബീബായ തങ്ങൾക്ക് സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. യാ അബൂബക്കർ, യാ അബൂബക്കർ, യാ അബൂബക്കർ, അന്ത അതീഖുല്ലാഹ്, അല്ലാഹു നിങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുകയാ. ഒരൊറ്റ പ്രഖ്യാപനം. അതാണ് ബുർദയിൽ നമ്മൾ പറഞ്ഞത്, സുമ്മർറിളാ അൻ അബീ ബക്കർ വഅൻ ഉമർ വഅൻ അലി വഅൻ ഉസ്മാൻ ദിൽ കറമി സഅദ് സഈദ് സുബൈർ طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്വർഗം ഈ ഭൂമിയിൽ വെച്ച് തന്നെ അള്ളാഹു താക്കോല് കൊടുക്കപ്പെട്ട ആ 10 സ്വഹാബികളിൽ ഒന്നാമത്തെ സ്വഹാബി സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാൻ. ആ പ്രഖ്യാപനം നടന്നത് അന്ത അതീഖുല്ലാഹ്, നിങ്ങൾ നരകത്തിൽ നിന്ന് മോചനം ലഭിച്ചവരാണ് എന്ന പ്രഖ്യാപനം നടന്നത് അടിമയായ നീഗ്രോയായ ബിലാൽ ഇബ്നു റവാഹയെ മോചിപ്പിച്ചുകൊണ്ട് അങ്ങ് ചെന്നപ്പോഴാ. ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ
ആ ചരിത്രത്തിന്റെ വിധികളോട് പകരം വീട്ടിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു പകരം വീട്ടൽ നിങ്ങൾക്കറിയണോ? ബദറിന്റെ രണാങ്കണത്തിൽ സയ്യിദുനാ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി ധർമ്മസമരത്തിന് ഇറങ്ങിയപ്പോ അവിടുത്തെ ഇരയായി വളർന്നു വന്നത് മക്കയിലെ പ്രാന്ത പ്രദേശങ്ങളിലും ജംഗ്ഷനുകളിലും കവലകളിലും തന്നെ കൊണ്ടുപോയി ചാട്ടവാറിട്ടടിച്ച് ബത്തഹാഇന്റെ താഴ്വരയിൽ ഒരു നൂല് കൊണ്ടുപോലും നാണം മറയ്ക്കാൻ സമ്മതിക്കാതെ ഉമയ്യത്തിന്റെ കിങ്കരന്മാര് കറുത്ത പാറക്കല്ലുകൾ നെഞ്ചിൽ കയറ്റിവെച്ചുകൊണ്ട് ബിലാലെ നീ ഈ സത്യമതത്തിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞപ്പോ ഒരുപാട് ഓഫറുകൾ നൽകിയപ്പോ മക്കയിലെ രാജകുമാരനായി വാഴിക്കാം സുന്ദരിയായ പെണ്ണിന് നിനക്ക് കെട്ടിച്ചേരാമെന്ന് പറഞ്ഞ് പ്രലോഭനങ്ങൾ അതാ വലിയ മഴയായി പെയ്ച്ചു കൊടുത്തപ്പോ അപ്പോഴൊക്കെയും അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് അല്ലാഹു അഹദ് എന്ന് പറഞ്ഞ ബിലാൽ ഇബ്നു റവാഹ ബദറിന്റെ രണാങ്കണത്തിൽ അവിടുത്തെ വാളിനിരയായത് ഈ മുതലാളിയാണ്. പലപ്പോഴും തന്നെ ആക്രമിച്ച, തന്നെ ചാട്ടവാറ് കൊണ്ടടിച്ച, തന്നെ നഗ്നയായി കടത്തിയിട്ട് കല്ല് എടുത്ത് നെഞ്ചത്ത് വെച്ച് തന്നെ ആക്രമിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യസാക്ഷ്യത്തിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ കട്ടതല്ല, മോട്ടിച്ചതല്ല, ആക്രമിച്ചതല്ല, കൊലപാതകിയല്ല, മറിച്ച് പ്രപഞ്ചാധികാരിയായ അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു, മുത്തുനബി ഹബീബ് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഉമയ്യത്ത് ആക്രമിച്ചു. അങ്ങനെ പലവട്ടം ആക്രമിച്ചു. ആ ഉമയ്യത്തിനെയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ബദറിൽ കൊന്നത്. ചരിത്രം തിരിച്ച് പകരം വീട്ടുകയാണ്. അല്ലാഹ്, എത്രമാത്രം സംഭവങ്ങളാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലഭിച്ചത് ഈ ഒരു കർമ്മം ചെയ്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, 40 ദിവസം തുടർച്ചയായി തക്ബീറത്തുൽ ഇഹ്റാമിൽ എത്തിയാൽ നമുക്ക് ഇത്ഖും മിനന്നാർ ലഭിക്കും. അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഇത്ഖും മിനന്നാർ ലഭിക്കും. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൽക്കാലത്ത് ചോദിക്കുകയാണ്, ബിലാലെ, ഓ ബിലാലെ, ഹദ്ദിനി. ഒരു സുബഹിയുടെ സമയത്ത് ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അല്ലാഹുവിന്റെ റസൂൽ ഖാല ലി ബിലാലിൻ ഇൻദ സ്വലാത്തിൽ ഫജ്ർ, സ്വലാത്തുൽ ഫജ്റിന്റെ സമയത്ത്, യാ ബിലാൽ ഹദ്ദിനി ബി അർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്ത ഏറ്റവും ഗുണമുള്ള ഒരു ഇബാദത്ത് ഏതാണ്? കാരണം എന്തേ? ഫഇന്നി സമിഅതു ദുഫന ഇലൈക ബൈന യദൈ ഫിൽ ജന്നാ, സ്വർഗത്തിൽ ഞാൻ എന്റെ മുന്നേ നിങ്ങളുടെ ചെരുപ്പടിയുടെ ശബ്ദം കേട്ടിട്ടുണ്ട് ബിലാലെ. കർത്തവനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, അതിന് കാരണമായ ഇബാദത്ത് എന്താണ് നിങ്ങൾ ചെയ്തത്? റസൂലുള്ള ബിലാലിനോട് ചോദിക്കുകയാണ് റളിയല്ലാഹു അൻഹു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ സ്ഥാനമാണ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ, ഞാൻ എപ്പോൾ ഒളു എടുത്താലും ആ ഒളു കൊണ്ട് നിസ്കരിക്കാതിരുന്നിട്ടില്ല. ഉറങ്ങാൻ വേണ്ടി ഒളു എടുത്താലും നിസ്കരിക്കും, അതേ ഇത്തിക്കാഫിന് വേണ്ടി ഒളു എടുത്താലും ഞാൻ നിസ്കരിക്കും. എപ്പോ ഒളു എടുത്താലും ആ ഒളു കൊണ്ട് ഞാൻ 2 റക്അത്തെങ്കിലും ചുരുങ്ങിയത് നിസ്കരിക്കാതെ ഒരു ഒളുവും ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഇബാദത്തുകളാണ്. അതുകൊണ്ട് ഇത്ഖും മിനന്നാർ ചോദിക്കുന്ന ഈ സന്ദർഭത്തിൽ ആദ്യം അല്ലാഹു ഇത്ഖും മിനന്നാർ കൊടുത്ത സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും സയ്യിദുനാ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെയും ഈ സംഭവങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.